മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 30 മുതലുള്ള വാക്യങ്ങൾ ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന രംഗമാണ്. ശിഷ്യന്മാർ പറയുകയാണ്, നേരം വൈകാറായി, അതുകൊണ്ട് ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാൻ അവരെ പറഞ്ഞയക്കുക. ക്രിസ്തു പറയുക, അവരെ പറഞ്ഞയക്കാൻ വരട്ടെ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ആ മിനിമത്തെ 2 അപ്പത്തെ അവൻ കൈകളിലെടുത്ത് വാഴ്ത്തി വിഭജിച്ച് കൃതജ്ഞത സ്തോത്രം ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെന്താ സംഭവിക്കുന്നത് അറിയാമോ? അവർ തൃപ്തരായി എന്ന് മാത്രമല്ല, ബാക്കി വന്ന അപ്പക്കഷ്ണങ്ങൾ അവർ ശേഖരിച്ചു. സ്നേഹമുള്ളവരെ, തിരിഞ്ഞു നോക്കുമ്പോൾ അപരൻ്റെ കയ്യിൽ അവിടെ എന്തുണ്ട്, ഇവിടെ എന്തുണ്ട് എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായ മനുഷ്യപ്രവണത. ക്രിസ്തു പറയുക, കൊടുക്കാൻ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? അവൻ്റെ കയ്യിലുണ്ട്, അതവിടെ ഇരിക്കട്ടെ. അവിടെ ഇവിടെ ഗ്രാമത്തിൽ അവിടെ ക്രിസ്തു പറയുന്നത് നിൻ്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതാണ്. നിൻ്റെ കയ്യിലുള്ള ലളിതമാണെങ്കിലും അതിനെ വർദ്ധിപ്പിച്ച് പെരുകിക്കാൻ, അതിനെ സമൃദ്ധമാക്കാൻ പൊന്നു കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടല്ലോ. ചെറുത് എന്ന് പറഞ്ഞ് അതിനെ തരം താഴ്ത്തണ്ട. ചെറിയ ജീവിതങ്ങളാവാം, ക്രിസ്തു കരങ്ങളിലേക്ക് നൽകപ്പെട്ട് കഴിയുമ്പോൾ പെരുത്ത സന്തോഷമാക്കാൻ, സമൃദ്ധിയാക്കാൻ കർത്താവിന് കഴിയും. വചനം പറയുക, അവർ തൃപ്തരായി എന്ന്. എപ്പോഴാണ് നമ്മൾ തൃപ്തിയായി എന്ന് പറയുന്നത്? ശരീരം നിറയുമ്പോഴല്ല, മറിച്ച് ഭക്ഷണം കഴിച്ച് നിറയുമ്പോൾ മാത്രമല്ല, മനസ്സിൻ്റെ ഭാഗം കൂടെയാണെന്ന് പറയുന്നത് തൃപ്തി. സ്നേഹമുള്ളവരെ, സ്വർഗകാര്യങ്ങളിൽ ഏൽപ്പിക്കപ്പെടുമ്പോൾ ജീവിതം കൂടി തൃപ്തിയുടെ ഭാഗമായി മാറും. അതാണ് ദൈവാനുഗ്രഹം. അത് കഴിഞ്ഞ് സ്നേഹമുള്ളവരെ, തിരിഞ്ഞു നോക്കുമ്പോൾ സ്വർഗകരങ്ങളിൽ ഭരമേൽപ്പിക്കപ്പെട്ടതൊന്നും പാഴായി പോയിട്ടില്ല, നിരാശയിലേക്ക് പോയിട്ടില്ല, പട്ടുപോയിട്ടില്ല. സ്വർഗകരങ്ങളിൽ ഭരമേൽപ്പിക്കപ്പെട്ടതെല്ലാം വർദ്ധിച്ചിട്ടേ ഉള്ളൂ, പെരുകിയിട്ടേ ഉള്ളൂ, സമൃദ്ധമായിട്ടേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.